നമുക്ക് കുറച്ച് സംസാരിക്കാം. ഇന്നത് എന്നൊന്നുമില്ല, എനിക്ക് ഓർമ്മയുള്ള നിങ്ങളെ കമന്റ്സിന്റെ ആൻസർ ആയിട്ട് തന്നെ അങ്ങനെ സംസാരിക്കാം കേട്ടോ. അതില് ഒരു കാര്യം, നമ്മള് ഈ വിളക്ക് കത്തിച്ചു കഴിഞ്ഞിട്ടുള്ള തിരികളുണ്ടല്ലോ, വിളക്കിലെ തിരികള്, അതായത് കത്തിച്ചു കഴിഞ്ഞാൽ എടുത്തു മാറ്റുന്ന തിരികള്, ഇത് എന്താ ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് അങ്ങനെ ചവിട്ടുന്നത് നല്ലതല്ല. ചവിട്ടാൻ പാകത്തിന് എവിടെയെങ്കിലും കളയുക, അല്ലെങ്കിൽ വലിച്ചെറിയുക, അലക്ഷ്യമായിട്ട് എറിയുക, അതൊക്കെ ദോഷാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് അമ്പലത്തിലെ അല്ലെങ്കിൽ പൂജ അല്ലെങ്കിൽ ഇങ്ങനെ ദൈവിക കാര്യങ്ങളൊക്കെ അങ്ങനെ വലിച്ചെറിയാൻ തോന്നുമോ? ഇല്ല. അപ്പോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാട്ടോ. അത് ഇനിയിപ്പോ അടുത്ത എന്നെ ട്രോളാനുള്ള സംഭവമാണ് ഞാൻ ഇട്ട് തരുന്നത്. കുഴപ്പമില്ല, പറയട്ടെ. എനിക്ക് അതുകൊണ്ട് ദോഷമൊന്നും വന്നിട്ടില്ല കേട്ടോ. ഓക്കെ. അപ്പൊ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വിളക്കിലെ തിരികള് എടുത്തു കഴിഞ്ഞാല് അപ്പൊ അത്യാവശ്യം ഒരു 10-15 തിരി എന്തായാലും വരും. കാരണം 5 തിരി നമ്മള് ബ്രഹ്മമുഹൂർത്ത വിളക്കിന് കത്തിക്കുന്നുണ്ട്, തെളിയിക്കുന്നുണ്ട്. അതേപോലെ ആരോ കമന്റ് ഇട്ടു, വിളക്ക് കത്തിക്കുകയല്ല തെളിയിക്കുകയാണ്. പക്ഷെ കോമൺ ആയിട്ട് അധിക പേരും കത്തിക്കാന്ന് തന്നെയാണല്ലോ പറയാലേ. ഞാൻ രണ്ടും പറയലുണ്ട് കേട്ടോ. തെളിയിക്കുക, കൊളുത്തുക, കത്തിക്കുക എല്ലാം പറയലുണ്ട്. എല്ലാം ഒരേ മീനിങ് ആയിട്ട് തന്നെയാണ് ഏകദേശം വരുന്നത്. അപ്പോ സംഭവം മനസ്സിലായല്ലോ എന്തായാലും. അപ്പൊ വിളക്ക് കത്തിച്ചു കഴിഞ്ഞാല് നമ്മൾ അതിൽ നിന്ന് ഇപ്പൊ ബ്രഹ്മവിളക്ക് 5 തിരി, പിന്നെ നിലവിളക്കിൽ 5 തിരി, പിന്നെ മറ്റേ കുബേര വിളക്കില് അതിലൊരു തിരി, പിന്നെ ഈ കൊടിവിളക്ക് ഉണ്ടല്ലോ ഇതിനൊക്കെ കത്തിക്കാൻ വേണ്ടിട്ട് അതിന് ഒരു തിരി, പിന്നെന്താണ് 2 തിരി വേറെ ചിരാതില്. നിലവിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ വാതിൽ കട്ടിലേന്റെ 2 സൈഡിൽ ഞാൻ ചെറിയ ചിരാതിൽ വിളക്ക് വെക്കും കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഒരു 10-15 തിരി നമുക്ക് എന്തായാലും വരുന്നുണ്ടല്ലോ. അപ്പൊ ഇത് എടുത്തിട്ട് ആദ്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പണ്ടൊക്കെ കത്തിച്ചു കഴിഞ്ഞ തിരി പിറ്റേന്ന് അതിന്റെ ആ കറുത്തത് പോക്കിക്കളഞ്ഞിട്ട് വീണ്ടും അതിൽ തന്നെ കത്തിക്കാറുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് എപ്പോഴും എല്ലാവർക്കും തിരി വാങ്ങിക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവണം ഇല്ല. അപ്പൊ ദരിദ്രരാണ് അവർ വിളക്ക് എത്തിക്കേണ്ടത്, ഇതിനും പൈസ ഇല്ലെങ്കിൽ അവർ ചെയ്യണ്ട എന്നൊന്നും പറയാനൊന്നും പറ്റൂല. നമുക്കാവുന്ന എല്ലാവരും ഇപ്പൊ ഒരുപോലെ പൈസക്കാരാണ്, അല്ലെങ്കിൽ എല്ലാത്തിനും കഴിയുന്നവരാണ്, എല്ലാവരും നമ്മളെ പോലെയാണ് എന്നുള്ളൊരു ചിന്ത അത് വെക്കണ്ട. ഓരോരുത്തർക്കും ഓരോ സാഹചര്യം ഉണ്ടാവും അങ്ങനെ. അപ്പോ പിന്നെ തിരി നമ്മള് ഇട്ട് കഴിഞ്ഞ് തെളിയിച്ചു കഴിഞ്ഞു, എന്തായാലും ഒരു സമയത്തുമ്പോ അതെടുത്ത് മാറ്റുമല്ലോ. അതെടുത്ത് മാറ്റുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല്, ഒന്നുകില് മണ്ണിന്റെ പാത്രം എടുക്കാം, അതായത് കത്തിച്ചു കഴിഞ്ഞാല് തീ കിട്ടിക്കഴിഞ്ഞാല് പൊട്ടിപ്പൊളിയാത്ത എന്തും എടുക്കാം. ഞാനിപ്പോ എടുക്കുന്നത് എന്താണെന്നറിയോ, നമ്മള് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന ഒരു കല്ലില്ലേ, ഇങ്ങനെ ചെറിയ ഒരു ഒരളും ചെറിയൊരു കല്ലിന്റെ ഇതും ഇങ്ങനെ കുത്തുന്ന അത് അത് ഇവിടെ വാങ്ങിയതിന് ശേഷം ഞാൻ ഈ കല്ലില് കുത്തിയിട്ടേ ഇല്ല. എനിക്ക് അതിൽ കുത്തിയിട്ട് എടുക്കുന്ന സമയത്ത് ശരിയാവില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇതിന്റെ ഈ ഒരല് മാത്രം എടുക്കും, കുഞ്ഞു ഒരല് മാത്രം എടുത്തിട്ട് വേറെ ഏതെങ്കിലും സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാത്രത്തിൽ ഇട്ടിട്ടാണ് ചതുക്കുന്നത്. അങ്ങനെ ചതുക്കിയിട്ടാണ് എടുക്കുന്നത്. ഈ കല്ല് ഇവിടെ ഇങ്ങനെ ആ ഒരല് അത് അവിടെ ഇങ്ങനെ ഇരിക്കുക, അത് ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അത് കഴുകി വൃത്തിയാക്കി ഉപ്പൊക്കെ ഇട്ടെന്ന് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഈ തിരികളൊക്കെ ഇതിലേക്കാണ് ഇടുന്നത്. ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാന്നറിയോ, അത് നമ്മള് അടുപ്പ്, അതായത് രാവിലെ എണീറ്റ് നമ്മള് കുക്കിംഗ് തുടങ്ങുമല്ലോ, ആ അടുക്കളയില് പിന്നെ അടുപ്പിന്റെ മേലെ കൊണ്ടുവെക്കും ഈ തിരിക്കകത്തേക്ക്. അപ്പൊ ഉപേക്ഷിക്കുന്ന ആവശ്യം കഴിഞ്ഞ എണ്ണകൾ ഉണ്ടെങ്കിൽ അതും അതിലേക്ക് ഒഴിക്കും കേട്ടോ. അതായത് വിളക്കിലൊക്കെ അങ്ങനെ എണ്ണ വറ്റി ഇനി എടുക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു രീതിയിലുള്ള എണ്ണകൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അതും കൂടി അതിയെ കല്ലിന്റെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് അതിനകത്ത് ഒരു തേങ്ങാപ്പൂൾ ഇടും. തേങ്ങാപ്പൂളും കൂടെ ഇട്ടിട്ട് ഒരു കർപ്പൂരം ഇട്ടിട്ട് നമ്മള് തീ കൊടുക്കും. ഒരു ഇത്തിരി നെയ്യ് ഉറ്റിക്കും. കാരണം നെയ്യ് ഉറ്റിക്കുന്ന സമയത്തുള്ള ആ സ്മെല്ല്, അതിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി നെയ്യും കൂടെ ഉറ്റിച്ചതിന് ശേഷം കർപ്പൂരം കത്തിച്ച് അതിലിട്ട് കൊടുത്തു കഴിഞ്ഞാല് അത് ഒന്നായിട്ട് അങ്ങനെ അവിടെ നിന്ന് കത്തും. കത്തുമ്പോ ശരിക്കും നമ്മളെ വീട്ടിൽ ഒരു ഗണപതി ഹോമം നടത്തിയ ആ ഒരു ഇതാണ് കാണാം. ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ചൊന്നല്ല കേട്ടോ, ആരാ പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി. നമ്മളെ യൂട്യൂബ് ചാനലില് ഒരു ഫെങ്ഷുയിന്റെ ഒരു ഇതൊക്കെ ചെയ്യുന്ന ഒരാളാ. അയ്യോ പേര് മറന്നുപോയി, സോറി പേര് മറന്നുപോയി. ഫെങ്ഷുയി ആണ്, കുബേരാശ്രമം മഠാധിപതി അങ്ങനെ എന്തൊക്കെയോ ഒരു ഇതാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും കേട്ടോ, അറിയുന്നവർ കമന്റ് ചെയ്യണേ, ആവശ്യമുള്ളവർക്ക് കാണാലോ. നല്ല ചാനലാ. അദ്ദേഹത്തിന്റെ ചാനൽ കണ്ടിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ വീട്ടിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ, അതായത് ഫെങ്ഷുയി പ്രകാരം നമുക്ക് വീട് ഇടിച്ചു പൊളിക്കണ്ട, ഇതാക്കണ്ട, എന്തെങ്കിലും പ്രതിവിധി ഉണ്ടെങ്കിൽ അതങ്ങനെ ചെയ്യുമല്ലോ.
നമ്മളെ അറേഞ്ച്മെന്റ്സ്, വീട്ടിലെ അറേഞ്ച്മെന്റ്സ് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ തന്നെ കുറെ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് മാറ്റാൻ പറ്റും. അങ്ങനെ അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ മുമ്പ് ഇപ്പൊ കുറച്ചായി കണ്ടിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. എടുത്തു കളഞ്ഞ തിരി മുഴുവനും ഗണപതി ഹോമം നടത്തുന്നത് പോലെ അടുക്കളയിൽ അടുപ്പിന്റെ അടുത്ത് വെച്ചിട്ട്, ശരിക്കും ഉണ്ടല്ലോ ഇത് ചെയ്തതിന് ശേഷം ഭയങ്കര സംഭവ സത്യമാണ്. ശരിക്കും നമ്മളെ വീട്ടിലൊരു ഗണപതി ഹോമം നടത്തിയാൽ എന്താണോ എഫക്റ്റ്, അതേ ആ ഒരു സ്മെല്ലും നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി കിട്ടും കേട്ടോ. മാത്രല്ല, കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ഫുഡ് തന്നെയാണല്ലോ. അപ്പൊ ആ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യം എനിക്ക് എന്റെ വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട ഇടം അടുക്കള തന്നെയാണ് കേട്ടോ. അടുക്കളയാണ് ഞാൻ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടടക്കാം. അപ്പൊ ആ അടുക്കളയില് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് അതിലുള്ള തീയെടുത്തിട്ട് നമ്മൾ പാചകം ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മളെ മനസ്സിനൊരു തോന്നലാണ് ഇന്നത്തെ ദിവസം അടിപൊളിയാണ്. അതായത് ഗണപതി ഹോമം, അതായത് ഗണപതിനെ പ്രീതിപ്പെടുത്തുക, അങ്ങനെയാണല്ലോ. അപ്പൊ അത് ചെയ്യുമ്പോൾ നല്ലതാണ് കേട്ടോ. അപ്പൊ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോ. കാരണം ഈ തീരി നമുക്ക് എടുത്ത് കളയേണ്ട ആവശ്യമില്ലല്ലോ, വേസ്റ്റ് ആക്കുന്നില്ല. ഇനിയിപ്പം വിറകടുപ്പിലാണ് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിരിയെല്ലാം രാവിലെ എന്തായാലും നമ്മൾ വെണ്ണീരൊക്കെ വാരി അടുപ്പ് എന്തായാലും വൃത്തിയാക്കുമല്ലോ. ആ അടുപ്പിലേക്ക് നമ്മൾ കുറച്ച് ഓലക്കണ്ണിയോ കൊതുമ്പോ വെച്ചതിന് ശേഷം ഈ തിരി കൊണ്ടുപോയി വെച്ചിട്ട് ഇതേപോലെ തന്നെ ഒരു തേങ്ങാപ്പൂളൊക്കെ ഇട്ട് കർപ്പൂരം വെച്ചിട്ട് ഇതൊന്ന് കത്തിച്ച് വെക്കും കേട്ടോ. നെയ്യും കൂടെ ഒറ്റിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഗണപതി ഹോമത്തിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ് കിട്ടുക. എന്നിട്ട് ഈ ചാരം പിന്നെ ആരും ചവിട്ടാത്ത ഏതെങ്കിലും ഒരു വീടിന്റെ നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇടുക ചെയ്യാം ഈ ചാരം. അങ്ങനെയാണ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇനിയിപ്പം നിങ്ങൾ ഈ തിരി എവിടെ കളയും എന്ന് വിചാരിച്ചിട്ട് നടക്കണ്ട, ഇതാണ് ചെയ്യുന്നത്. പിന്നെ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ പറ്റി തന്നെ സംശയങ്ങൾ തീരുന്നില്ല ആർക്കും. ഒരുപാട് സംശയങ്ങളാണ്. എന്താണെങ്കിലും ചോദിച്ചോ. എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരും, അറിയാത്തതാണെങ്കിൽ ഞാൻ എവിടെ നിന്ന് കണ്ടുപിടിച്ചിട്ടെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞുതരും കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഭക്തിക്ക് അപ്പുറത്തേക്ക് ഭയം കൊണ്ട് നടക്കുന്നുണ്ട്. എനിക്ക് എപ്പോഴും ഭക്തിനേക്കാളും മുകളില് ഭയമാണോ നിങ്ങൾക്കുള്ളത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ആദ്യമൊക്കെ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. എല്ലാം ഒരു സമമായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. കാരണം വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ ആയിപ്പോവോ ഇങ്ങനെ ആയിപ്പോവോ, എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിപ്പോയെന്ന് ഇരിക്കട്ടെ, വിളക്ക് വെക്കുന്ന സമയത്ത് നമുക്കൊരു അബദ്ധം പറ്റിപ്പോയി, കുഴപ്പമില്ല. നമ്മളെ പിടിച്ചടിക്കാൻ ഇത് മനുഷ്യർക്കാണ് ഇത്രയും കോപം വരുന്നതും ഭയങ്കര ഇതൊക്കെ. ഈ ദൈവങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമുക്ക് വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കിയത്. അല്ലാതെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദൈവത്തിന് എന്തിനാണ് ഒരു ബിൽഡിങ്, അല്ലെങ്കിൽ ദൈവത്തിന് എന്തിനാ ഒരു ഇരിക്കാൻ? ഈ ഭൂമി മൊത്തം അദ്ദേഹത്തിന്റെയോ അല്ലെങ്കിൽ അമ്മയുടേതോ ആരാണെങ്കിലും ഈ ഭൂമി മൊത്തവും ഈ പ്രപഞ്ചം മുഴുവനും ആരാ കയ്യിലുള്ളത്? ആ ശക്തിയില്, നമ്മൾ വിശ്വസിക്കുന്ന ശക്തിയില്. അപ്പൊ ഈ അമ്പലം പണിയുന്നതും നമ്മൾ ഓരോരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാക്കുന്നതൊക്കെ നമ്മളെ ലൈഫ് സ്റ്റൈൽ ഒരു ചിട്ടയായിട്ട് പോകാൻ വേണ്ടിയിട്ടും പിന്നെ നമുക്ക് നമ്മളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇഞ്ചക്ഷൻ കൊടുത്തോണ്ടിരിക്കണം. ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. അപ്പൊ നമ്മളെ മനസ്സിനെ ബോൾഡാക്കി ഒരു കോൺഫിഡൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അമ്പലങ്ങളൊക്കെ പണിയുന്നത്. അമ്പലങ്ങൾ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല അത് ദൈവങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ മനുഷ്യന്മാർക്ക് വേണ്ടി മാത്രമാണ്. അവിടെ ഒരു ശക്തിനെ കൊണ്ട് ഇരുത്തുന്നതും ആരാധിക്കുന്നതും നമ്മൾ അവിടത്തേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതും എല്ലാം നമുക്ക് വേണ്ടിയിട്ടാ. അല്ലാതെ ദൈവത്തിന് വേണ്ടിയിട്ട്, ദൈവത്തിന് ഇപ്പൊ വീടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യമുണ്ടോ? ശരിക്കും ഈ നമ്മൾ അന്നദാനം നടത്തുന്നത് അല്ലെങ്കിൽ എല്ലാം മനുഷ്യർക്ക് വേണ്ടിയിട്ടല്ലേ. അങ്ങനെയാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്ന വേറൊരു കാര്യം പറഞ്ഞതാ. നമ്മളിപ്പോ ഒരു ചെടി നട്ട് വളർത്തി, ഒരു ഭക്തിയോടുകൂടി, എനിക്കൊരു ചെടി ഇഷ്ടത്തോടെ ഞാനൊരു ഭക്തിയോടുകൂടി വൃത്തിയുള്ള ഒരു സ്ഥലത്ത് നട്ട് വളർത്തിയിട്ട് ഞാൻ എന്നും പോയിട്ട് ആ ചെടീനെ തൊട്ട് കലോടി അതിനോട് സംസാരിക്കുകയാണെന്ന് വിചാരിക്കും. ഞാൻ അങ്ങോട്ടേക്ക് എന്താണോ ആ ചെടിക്ക് കൊടുക്കുന്നത്, തീർച്ചയായിട്ടും അതിൽ നിന്നൊരു റിയാക്ഷൻ അതിൽ നിന്നുണ്ടാവും. അതിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ശക്തി, അത് ആ ഒരു സ്രോതസ്സായിട്ട് അത് മാറും. അത് നമുക്ക് തിരിച്ച് പ്രതികരിച്ചുകൊണ്ടിരിക്കും. ആ ചെടി ഒന്നുമില്ലെങ്കിൽ നമ്മൾ പറയാണ്, ഞാൻ ഒരു ചോദ്യം, എനിക്ക് ഉത്തരം കിട്ടാത്തൊരു ചോദ്യം ചോദിക്കുകയാണ് ആ ചെടിയോട് ഞാൻ. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു ഉത്തരം തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ചിലപ്പോ ചെടി ഒന്ന് അനങ്ങിയിട്ടോ അല്ലെങ്കിൽ ഒരു ഇല കൊഴിഞ്ഞിട്ടോ എങ്ങനെയെങ്കിലും നമുക്കൊരു ഉത്തരം കിട്ടും. അതായത് ഞാൻ പറയുന്നത്, നമ്മൾ ഒരു കാര്യത്തിനെ അങ്ങനെ ആക്കി എടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ആക്കി എടുക്കുന്നത് നമ്മളെ ഒരു മനസ്സിന്റെ ഒരു ഇതാണ്. നമ്മളെ മനസ്സ് എന്ന് പറയുന്നത് ഭയങ്കര മാജിക്കൽ പവറുള്ള ഒരു സംഭവമാണ്. നമുക്കൊന്നും ഒരിക്കലും ഒറ്റ കാര്യം ആലോചിച്ചാൽ പോരെ,
നമ്മളെ എത്രയോ ശാസ്ത്രം വളർന്നിട്ടുണ്ട്, പക്ഷെ ഇന്ന് വരെ മനസ്സിനെ കുറിച്ച് പൂർണ്ണമായിട്ട് പഠിക്കാൻ ഒരാൾക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ അവിടെ മനസ്സിലാക്കിക്കൂടെ, നമ്മളെ മനസ്സ് എന്ന് പറയുന്നത് എന്തും 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 സാധിക്കും. നമ്മളെ മനസ്സ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര പവർ അല്ലേ. അപ്പൊ നമ്മളിപ്പോ ഒരു ചെടീനെ അടുത്ത് നിർത്തിയിട്ട് അതിനെ ഇങ്ങനെ തലോടിക്കൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രതികരിക്കും. അത് ഉറപ്പാണ്. എന്താന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ഇവിടെ വഴി വന്നു, നമ്മളെ വീട്ടിലേക്ക് 4 വീലർ വരുന്ന ഒരു വഴി വന്നു. ആ സമയത്ത് കുറേ മരങ്ങൾ മുറിച്ചു മാറ്റി. അപ്പൊ ഒക്കെ എനിക്ക് ഭയങ്കര സങ്കടമായി. പക്ഷെ അതിൽ പരമാവധി നമ്മൾ എന്ത് ചെയ്തു എന്നറിയോ, JCB വെച്ചിട്ട് തന്നെ മാന്തി എടുത്തിട്ട് തിരിച്ച് വേറൊരു സ്ഥലത്ത് കുഴിച്ചിട്ടു. പക്ഷെ കുറെയൊക്കെ ഉണങ്ങിപ്പോയി. അതില് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അത്ര നിർബന്ധം അല്ലെങ്കിലും വീടിന്റെ ചുമരിനോട് പറ്റിക്കൊണ്ടൊരു സപ്പോട്ട മരം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ സപ്പോട്ട മരം ശരിക്കും വീടിന്റെ മേലെ ഇങ്ങനെ കിടക്കുന്ന പോലെ, ജന്തുക്കൾ വരാനും എന്തും അതിലെങ്ങനെ കയറി വരിക, അത് വല്ലാത്തൊരു സ്ഥലത്തുമാണ്. സിറ്റ് ഔട്ടിന്റെ അവിടെ ഇങ്ങനെ ഒരു വലിയൊരു മറവ് പോലെ അതൊരു അസ്വസ്ഥമായിട്ടുള്ള രീതിയിൽ കിടന്നപ്പോ നമ്മൾ തീരുമാനിച്ച് ഇതിനെയും ഇതുപോലെ മാറ്റി കുഴിച്ചിടാം. പക്ഷെ അതങ്ങ് എട്ടാം കൊമ്പത്തോളം വളർന്ന് പന്തലിച്ചു പോയൊരു വലിയ മരമാണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്തു എന്ന് വെച്ചാ, ഇതിനെ JCB ഒന്നും വന്നില്ല, അടുത്ത വീട്ടിലെ അച്ഛനാണ് ചെയ്തത്. അപ്പൊ അവര് വന്നിട്ട് ഇതിങ്ങനെ കൊത്തി 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 എടുത്തിട്ട് ഈ മരത്തിനെ രണ്ടുപേരും പിടിച്ച് വേറൊരു സ്ഥലത്തേക്ക് പുതുക്കി അവിടെ നട്ടു. നട്ടു എന്നല്ലേ പറയാ, വലിയ മരമല്ലേ, അതിനെ അങ്ങോട്ടേക്ക് മാറ്റി കുഴിച്ചിട്ടു കേട്ടോ. അപ്പൊ എനിക്ക് ശരിക്കും ആ മരം അങ്ങനെ വേരെല്ലാം അങ്ങനെ കൊത്തി അതിനെങ്ങനെ എടുത്ത സമയത്ത് എനിക്ക് എന്തോ ഒരു മനസ്സിന് വല്ലാത്തൊരു പ്രയാസം തോന്നി. ആ സന്ധ്യാസമയമാണ്. എനിക്കെന്തോ ആ ഒരു അന്തരീക്ഷവും എല്ലാം കൂടെ വന്നപ്പോ എനിക്ക് നല്ല ഫീലായി. ഇതിന് ഉണ്ടായില്ലെങ്കിൽ എന്നുള്ള ആ ഒരു ദുഃഖം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ അതിനെ ഈ കുഴിയിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് മുതല് അവിടെ നടുന്നത് വരെ ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സർപ്പിച്ച് ലളിതാ സഹസ്രനാമം ചൊല്ലി. അപ്പൊ കുഴിച്ചിടുന്ന അവര് പറഞ്ഞ്, ഇത് ഉണ്ടാവൂല, ഉറപ്പായിട്ടും ഇത് ഉണ്ടാവില്ല മോളെ, ഇത് ഞാൻ പിന്നെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് അവർക്ക് ആദ്യം പറഞ്ഞാൽ മതിയായിരുന്നു കേട്ടോ. പക്ഷെ അവർ പറഞ്ഞു, ഇത് ഉണ്ടാവില്ല മോളെ, ഇത്രയും വലിയ മരമല്ലേ, ഇതെങ്ങനെയാണ് ഇനിയിപ്പൊ അങ്ങോട്ട് ഇതാക്കിയ. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ചില്ലകൾ കുറച്ചൊന്ന് കൊത്തിക്കളയാം, അതിന്റെ ഭാരം ബാലൻസ് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ അവരത് ചില്ലകളൊക്കെ ഇതാക്കി അവരത് മാറ്റി കുഴിച്ചിട്ടു കേട്ടോ. മാറ്റി കുഴിച്ചിട്ട് കയറൊക്കെ കെട്ടി ബാലൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നിർത്തുകയൊക്കെ ചെയ്തു. അപ്പം എല്ലാവരും കണ്ടവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ആ മരം ഇനി ഉണ്ടാവൂല. അത് കേട്ടപ്പോ എനിക്ക് നല്ല വിഷമായി. അങ്ങനെയാണെങ്കിൽ അത് അവിടെ തന്നെ നിന്നാ മതിയായിരുന്നു, ചില്ലകളൊക്കെ കൊത്തി കൊത്തി അങ്ങനെ ആക്കി എടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത് എനിക്ക് ഇനി ഇത് ഉണ്ടായേ പറ്റുള്ളൂ. എനിക്കിതിന്റെ അത്രയും കായ്ഫലങ്ങൾ തരുന്ന മരമാണ്, ഒരുപാട് കിളികൾ വന്നിരിക്കുന്നതാണ്. എത്രയായാലും ഒരു ചെടിയല്ലേ, ഒരു മരമല്ലേ. അപ്പൊ ഞാൻ പിന്നീട് എന്ത് ചെയ്തെന്ന് വെച്ചാല്, നിത്യവും ഇതിനെ നനയ്ക്കുന്ന സമയത്ത് ലളിതാ സഹസ്രനാമത്തില് എനിക്ക് പറ്റാവുന്നിടത്തോളം അത്രയും മുഴുവനായിട്ട് അവിടെ നിന്ന് ചൊല്ലും എന്നല്ല ഞാൻ പറയുന്നത്. ഒന്നും ചൊല്ലിയില്ലെങ്കിൽ സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ, ഇതെങ്കിലും ഞാൻ ചൊല്ലിയിട്ട് അതിനെ ഇങ്ങനെ തലോടിക്കൊണ്ട്, അതിന്റെ മരത്തിന്റെ ഉടലിനെ ഇങ്ങനെ തലോടിക്കൊണ്ട് ഞാൻ ഇങ്ങനെ പറയും, വളര് വളര്, എനിക്ക് ഇത്രയും വളർന്ന് നല്ല മരമായി എനിക്ക് ഇതിൽ നിന്ന് ഉള്ള തണല് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് ആ മരത്തോട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നീ നല്ല വളർന്ന് ഈ വീട്ടിനും എല്ലാവർക്കും തണല് തരുന്നുണ്ടല്ലോ, അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനെ ഇങ്ങനെ തലോടിക്കൊണ്ടേയിരിക്കും. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അതിന്റെ ഇലകൾ മുഴുവനും ചുരുങ്ങി 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 അതങ്ങ് ഇല്ലാതെ അങ്ങനെ ആയി പോകുമ്പോലെ. അപ്പൊ ഏട്ടനും പറഞ്ഞു, അയ്യോ ഇത് ഉണ്ടാവൂലെന്ന് തോന്നല്ലേ. പക്ഷെ ഞാൻ പറഞ്ഞില്ല ഏട്ടാ, ഞാൻ ആ നാമത്തിൽ വിശ്വസിച്ച് ഞാൻ പറഞ്ഞു, ഇല്ല ഏട്ടാ അതുണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അങ്ങനെ ഇപ്പൊ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും അതിൽ എനിക്കൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാറ്റം കാണുന്നത് എന്താണെന്നറിയോ, ഈ ഇലകൾ ഇങ്ങനെ ചുക്കി ചുളിഞ്ഞ് കരിഞ്ഞ ഇലകളായി പോകുന്നത് മാത്രം. അത്രയും വെയിലുള്ള സമയല്ലേ, 2 നേരം നനയ്ക്കും. അപ്പോ ഇന്ന് ഞാന് അതിന്റെ മുകളിൽ തളിരല കണ്ടു. സത്യമായിട്ടും എനിക്ക് ആ സന്തോഷം പറയാം. കാരണം കണ്ടവരത്രയും പറഞ്ഞിട്ടുണ്ട് അതിനി ഉണ്ടാവൂല, അതിനി ഉണ്ടാവൂല എന്നുള്ളത്. പക്ഷെ ഇന്ന് ഞാന് ഡ്രസ്സ് ആറിടാൻ പോയ സമയത്ത് അതിന്റെ മുകളില് പുതിയൊരു തളിരില വന്ന് കിടക്കുന്നത് ഞാൻ കണ്ടപ്പോ, പക്ഷെ അതിന്റെ മുകളിൽ കൂടുതൽ ഉണങ്ങിയ ഇല വേറെ കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നാ പോലും അതിന്റെ മുകളിൽ ഒരു തളിരില വന്നപ്പോ കരച്ചില് വരികയാണ്. ശരിക്കും അത് കരച്ചില് സന്തോഷം കൊണ്ടുള്ള സങ്കടമാണ് വരുന്നത്. അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ ഭക്തി എന്ന് പറയുന്നതൊക്കെ നമ്മൾ എന്തിലാണോ ഉറച്ചു വിശ്വസിക്കുന്നത് അത് നമ്മളെ കൂടെ ഉണ്ടാവും. അതിൽ നമുക്കൊരു സംശയം ഉണ്ടാവാൻ പാടില്ല. എപ്പോഴും ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തുന്ന പോലെ ഞാനിത് ചൊല്ലി നോക്കട്ടെ, ഇത് ഉണ്ടാവോന്ന് അറിയാലോ.
അതുണ്ടെങ്കിൽ വിശ്വസിക്കാം എന്ന മനോഭാവം ഉണ്ടെങ്കിൽ അത് നടക്കൂല. ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് നിങ്ങൾ കത്തിക്കുന്നവരോടും കൂടിയാ പറയുന്നത്. ആരെങ്കിലും ഇതൊരു പരീക്ഷണാർത്ഥം ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടൂല. പക്ഷെ നിങ്ങൾ അതിൽ വിശ്വസിച്ച് ചെയ്യുക, മനസ്സർപ്പിച്ച് ഒരു തരി സംശയം പോലും അവിടെ ബാക്കി വെക്കാണ്ട് ചെയ്യാം. ഇതിങ്ങനെ കത്തിക്കുക. ചില ആൾക്കാരുണ്ടല്ലോ അങ്ങനെ നല്ല ഭക്തിയൊക്കെ ഉണ്ടാവും, പക്ഷെ ഇതിലൊരു വിശ്വാസം ഉണ്ടാവും, ഇത് നോക്കട്ടെ, ഞാനൊന്ന് കത്തിച്ച് നോക്കട്ടെ, എന്നിട്ട് അത് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവോ നോക്കട്ടെ, റിസൾട്ട് കിട്ടുമോ നോക്കട്ടെ എന്ന രീതിയിൽ, റിസൾട്ട് കിട്ടുമോ നോക്കട്ടെ എന്ന രീതിയിൽ നിങ്ങൾ അത് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല കേട്ടോ. അപ്പൊ എന്നെ അടിക്കാൻ വരരുത്. കാരണം നമ്മൾ ഓരോരുത്തരും അത് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും തുടക്കത്തിലും പറഞ്ഞിട്ടുണ്ട്, നമ്മളെ മനസ്സിന്റെ സമർപ്പണം ഉണ്ടല്ലോ, നമ്മളെ മനസ്സിങ്ങനെ ഒരു കാന്തം പോലെ ആയിരിക്കണം. അത് നമ്മൾ വിശ്വസിച്ചിട്ട് ചെയ്യാം. ഇത് ഞാൻ ചെയ്യുന്നു, എനിക്ക് ഉറപ്പായിട്ടും ഫലം കിട്ടും. വെറുതെ പറഞ്ഞാൽ പോരാ, മനസ്സത് പഠിച്ച് അതങ്ങനെ വിശ്വസിക്കണം, ഉറപ്പായിട്ടും അത് സംഭവിക്കും. അതേപോലെ തന്നെയാണ് നമ്മളെ ശത്രുത അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് അതിനകത്തുള്ള ഒരു കാര്യമാണ് ഈ കണ്ണേറ്, ദൃഷ്ടിദോഷം. ഇതൊക്കെ നമുക്ക് ഏൽക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ദൃഷ്ടിദോഷം ഏൽക്കുമെന്ന് വെച്ചാൽ ഏൽക്കും. അത് എങ്ങനെയുള്ളവർക്കാണെന്നറിയോ? ഞാനിപ്പോ ഇങ്ങനെ അതിൽ വിശ്വസിക്കുകയാണ്, എനിക്ക് ദൃഷ്ടിദോഷം ഉണ്ടാവും, എനിക്ക് കണ്ണേറ് തട്ടും എന്ന് ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞാല് ഉറപ്പായിട്ടും എനിക്കത് ഫലിക്കും. അല്ലെങ്കിൽ ഇപ്പം എന്നെ ശത്രു, ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്, താപവും ശാപവും എന്ന് പറഞ്ഞിട്ടൊരു എപ്പിസോഡ് ഇട്ടില്ലേ, അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ, നമ്മളിപ്പോ നമ്മളെ കുറിച്ച് ഒരാള് ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കും. ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ്, അവരിപ്പോ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, എനിക്കിപ്പോ ഒരു അവാർഡ് കിട്ടി, അല്ലെങ്കിൽ എനിക്കിപ്പോ ഒരു നല്ലൊരു പ്രശംസിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം കിട്ടി, അത് വാങ്ങിക്കുന്ന സമയത്ത് ആ മൊമെന്റ് അല്ല, അതല്ല ഞാൻ ആസ്വദിക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ മനസ്സിൽ കാണുന്നുണ്ടോ, ആരെല്ലാം കാണുന്നുണ്ട്, എന്തൊക്കെ ചിന്തിക്കുന്നുണ്ട്, പിന്നെ ഇത് ഇന്നവര് കാണണം, അതൊക്കെ ആയിരിക്കും പ്ലാനിങ്. ഇതിപ്പോ കൊണ്ടുപോയി സ്റ്റാറ്റസ് ഇടണം, എന്നിട്ട് ഇന്ന ആൾക്കാർ കാണണം, അവരെന്നിട്ട് എന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ട്. അപ്പൊ അവരെ മനസ്സിലെ ആ നിമിഷം വേസ്റ്റ് ആയി. എന്നുവെച്ചാൽ അത് കിട്ടുന്ന സമയത്ത് പോലും അതിലുള്ള സന്തോഷം അനുഭവിക്കുകയല്ല അവർ ചെയ്യുന്നത്. ഇത് കിട്ടിയിട്ട് വേണം നാലാൾ അറിയും വിധം സ്റ്റാറ്റസ് വെക്കാനും. ഞാനും സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടല്ല കേട്ടോ, ഞാനത് സന്തോഷം ഷെയർ ചെയ്താണ്. പക്ഷെ അത് വാങ്ങുന്ന സമയത്ത് എന്റെ മനസ്സിൽ അത്തരം ചിന്തകളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ വിചാരിക്കാണ്, ഇന്നവര് കാണണം, എന്നിട്ട് ഇവര് കാണണം, അവരിങ്ങനെ വിചാരിക്കും. അതായത് നമുക്കറിയാം അവരിത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ലതല്ല ചിന്തിക്കുക എന്നുള്ളത്. ഇപ്പൊ ഞാനൊരു സംഭവം, എനിക്ക് കിട്ടിയ ഒരു നല്ലൊരു സന്തോഷമുള്ള ഒരു കാര്യം ഞാനിത് സ്റ്റാറ്റസ് വെക്കുമ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിക്കാണ്, ഇന്ന ആൾക്കാരൊക്കെ ഏകദേശം ഇത് കാണും, അപ്പൊ അവരൊക്കെ മനസ്സിൽ വിചാരിക്കും, ഓ ദുഷ്ട, അവർക്ക് കിട്ടിയില്ലേ എന്ന രീതിയിലുള്ള ഒരു സംസാര രീതി ഉണ്ടല്ലോ, ഒരു നെഗറ്റീവ് തോട്ട് ഉണ്ടല്ലോ, അത് അവര് ചിന്തിക്കുന്നതിന് മുന്നേ നമ്മൾ ചിന്തിക്കും. നമ്മൾ ഇടുന്ന സമയത്ത് ചിന്തിക്കും, സ്റ്റാറ്റസ് വെക്കുന്ന സമയത്ത് ചിന്തിക്കും. അപ്പൊ അത് അവരെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഫലിക്കും. അല്ലാതെ നമ്മള് ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട, നമ്മൾ ഇങ്ങനെ പോസിറ്റീവായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാം. അവരുടെ നെഗറ്റീവിനേക്കാൾ പവർഫുൾ ആയിരിക്കണം നമ്മളടുത്തുള്ള പോസിറ്റിവിറ്റി, അത്രയേ വേണ്ടൂ. അതായത് അവര് ചിന്തിക്കുന്നതാണെങ്കിലും പ്രാകുന്നതാണെങ്കിലും കണ്ണ് വെക്കുന്നതാണെങ്കിലും കുശുംബിക്കുന്നതാണെങ്കിലും എന്തായിക്കോട്ടെ, അതിനേക്കാളും ശക്തി വേണം ഞാൻ എന്നിൽ കൊണ്ട് നടക്കുന്ന പോസിറ്റീവ് ചിന്തകളും ഞാൻ എൻ്റെ കർമ്മഫലവും, എൻ്റെ നാവും മനസ്സും കയ്യും എല്ലാം ഒരേപോലെ ആയിരിക്കണം. അല്ലാണ്ട് ഞാൻ കുറച്ച് ഡയലോഗ് അടിച്ച് ഞാനിപ്പോ ഈ വീഡിയോന്റെ മുന്നിൽ നിന്ന് ഭയങ്കര സംഭവമായിട്ടൊക്കെ സംസാരിച്ച് പോയിട്ട് എന്റെ പ്രവൃത്തി ഇതിന് വേറെ വിപരീതമായിട്ടാണെന്നുണ്ടെങ്കിൽ ശരിക്കും അങ്ങനെയുള്ളവരാണ് ഏറ്റവും വലിയ എന്താ പറയാ നശിച്ചു പോകുന്ന ആൾക്കാര്. കാരണം നമ്മള് ഒരാളോട് നേരിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാം, നേരിട്ട് തന്നെ അവരോട് ഫൈറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മുഖത്ത് നോക്കി പറയുന്നു എനിക്കിതിന് ഇഷ്ടമല്ല, അങ്ങനെ അതൊന്നും കുഴപ്പമില്ല. പക്ഷെ വാക്കും പ്രവൃത്തിയും തമ്മിൽ നല്ല വിപരീതമായിട്ടാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവരനുഭവിക്കാൻ പോകുന്നത് ഭയങ്കര ബാഡായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും കേട്ടോ. അവരുടെ ജീവിതത്തിൽ അത് അനുഭവിക്കുക തന്നെ ചെയ്യും. അത് ഭയങ്കരമായിട്ട് അവരെ ദോഷമായിട്ട് ബാധിക്കും. കാരണം വാക്കും പ്രവൃത്തിയും അത് ഒന്നായിരിക്കണം. എനിക്ക് നന്നായിട്ട് എന്റെ അടുത്തറിയുന്ന ഒരാള്, ആളെ പേര് ഞാൻ പറയുന്നില്ല, അവർക്ക് ചിലപ്പോ മനസ്സിലാകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അവര് എൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പക്ഷെ നമ്മളെ കാണുന്ന സമയത്ത് നമ്മളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, അയ്യോ നീ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കും കേട്ടോ. അത് അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അവരെ മനസ്സിൽ നമ്മളെ ഇഷ്ടമല്ലെങ്കിൽ കാണുമ്പോ ഒരു ചിരി, ഓക്കെ,
അത്രേ വേണ്ടൂ. അല്ല ഓക്കെ, നമ്മൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് ഓക്കെ, അതിന് വേണ്ട മറുപടി മാത്രം തന്നിട്ട് പോവാണ്. എന്നിട്ട് അവര് നമ്മളെ ഇഷ്ടപ്പെടാതിരിക്കുകയാണ്, നമ്മളോട് നമുക്ക് ദോഷമുള്ള കാര്യങ്ങൾ ചെയ്യാണെന്ന് വെച്ചാല് വലിയ കുഴപ്പമില്ല. ഇത് നേരെ വിപരീതമായിട്ട് മനസ്സ് നിറയെ ഞാൻ നശിച്ചു പോട്ടെ എന്നുള്ള ചിന്തയെ വെച്ചിട്ട് എന്നെ കാണുന്ന സമയത്ത് അഭിനയിക്കുക, നീ എന്ത് നല്ല മോളാണ് എന്നുള്ള രീതിയിൽ, എന്നെയാണ് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്നുള്ള രീതിയിൽ എന്നെ സ്നേഹിച്ച് നമ്മളും വിചാരിക്കും അയ്യോ അവർക്ക് എന്ത് കാര്യാന്നറിയാം, എന്നെ കാണുന്ന സമയത്ത് എന്നെ പറ്റി 100 വാർത്താനാണ്, എന്നെ പറ്റി വാ നിറയെ സ്നേഹാണ്, മനസ്സ് നിറയെ സ്നേഹാണ് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന വിധത്തിൽ അഭിനയിച്ചിട്ട് പിന്നീന്ന് കുത്താന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. നമുക്കൊരു നല്ല കാര്യം വരുന്ന സമയത്ത് അതിനെ മുടക്കുക, അതിനെ ഇല്ലായ്മ ചെയ്യുക, നമുക്ക് കിട്ടേണ്ടതൊക്കെ അതിനുള്ളിൽ എന്തെങ്കിലും കളികൾ കളിച്ച് ഇല്ലായ്മ ചെയ്യാം. ഇതെനിക്ക് അറിയുന്ന ഒരു വ്യക്തിനെ കുറിച്ചാട്ടോ ഞാൻ പറയുന്നത്. അത് അറിഞ്ഞപ്പോ ശരിക്കും ഞാൻ സ്റ്റക്കായി പോയി. പക്ഷെ എനിക്ക് പ്രശ്നമില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെയാണല്ലേ, ഓക്കെ, അത് മനസ്സിലാക്കി. ഇതാണ് ഈ വ്യക്തി ഇങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി, അത്രയേ വേണ്ടൂ. പിന്നെ അവരോട് എന്തെങ്കിലും റിവെഞ്ച് വെക്കുക അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ഈ ആൾ ഇങ്ങനെയാണ് അത്രയും മനസ്സിലാക്കിയാൽ മതി. അങ്ങനെയുള്ള പ്രവൃത്തി ഉണ്ടല്ലോ, ഒരാളെ കൊല്ലുന്ന, അതായത് ഒരാളെ നമ്മൾ കൊല്ലുന്ന സമയത്തുള്ള ആ ഒരു കർമ്മഫലം ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു അതിനേക്കാളും ശക്തമായ ശിക്ഷ ഉണ്ടാവുക ഈ ഒരു വ്യക്തികൾക്കായിരിക്കും. കാരണം ഞാൻ ഇങ്ങനെ ആലോചിച്ച് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മളിപ്പോ ഒരാളെ തല്ലാണെങ്കിലും എന്തെങ്കിലും ചീത്ത വാക്കുകൾ വിളിക്കുകയാണെങ്കിലും ഒരാളോടൊരു വെറുപ്പ് കാണിക്കുകയാണെന്നുണ്ടെങ്കിലും കൊല്ലുകയാണെങ്കിലും ഒക്കെ തന്നെ അതിനൊരു സാഹചര്യം ഉണ്ടാവും അല്ലെ. ചിലപ്പം ഭയങ്കരമായിട്ട് സ്നേഹിച്ച ആൾക്കാർ തമ്മിൽ വെട്ടിക്കൊല്ലുന്നുണ്ട്. അത് ആ ഒരു സാഹചര്യത്തിൽ അവര് ആ ഒരു മാനസികാവസ്ഥ അങ്ങ് മാറിപ്പോകുന്നതാ. ആ ഒരു സാഹചര്യം ഉണ്ടാവും. അവര് ആ ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട്. പക്ഷേ ഇല്ലേ, ഈ മനസ്സ് നിറയെ കുശുമ്പ് വെച്ചിട്ട് എല്ലാവരോടും ഭയങ്കര നല്ല വ്യക്തിയായിട്ട് ഒരു വേഷം വേറെ എടുത്ത് അണിഞ്ഞിട്ടിട്ട് നടക്കുന്ന ആൾക്കാർക്ക് എന്ത് കാരണമുള്ളത്? അത് അവരുടെ മനസ്സിലെ ഒരു തിന്മ തന്നെയല്ലേ. അത് അവരെ മനസാലെയുള്ള ഒരു തിന്മയാ, അതൊരു സാഹചര്യം കൊണ്ട് വന്നതൊന്നും ആയിരിക്കില്ല. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ ശരിക്കും വെട്ടിക്കൊന്നു പോകുന്ന ആളുകളെക്കാൾ കൂടുതൽ ശിക്ഷ കിട്ടേണ്ടത് അവർക്ക് തന്നെയായിരിക്കും അല്ലെ. ഈ ഒരു മനസ്സിലൊന്ന് വെച്ച് മുഖത്ത് വേറൊരു ചിത്രം കാണിക്കുന്ന ആളുകളെയാണ് ഈ ലോകത്ത് ഏറ്റവും വലിയതായിട്ട് ശിക്ഷിക്കപ്പെടേണ്ട ആളുകളെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ കേട്ടോ. എന്താ അറിയോ, നമ്മളില്ലേ മറ്റുള്ള ആളുകളെ ഡിപ്പെൻഡ് ചെയ്യരുത് ഒന്നിനും. അതായത് നമ്മള് ഒരു ശക്തിയിൽ വിശ്വസിച്ച് കഴിഞ്ഞിട്ട് ആ ശക്തിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാം. അത് നിങ്ങളെ കൂടെ ഉറപ്പായിട്ടും ഏത് സാഹചര്യത്തിലും ഉണ്ടാവും. നിങ്ങൾ അതിനോടുള്ള വിശ്വാസം കളയാതിരുന്നാൽ മാത്രം മതി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാന് പിന്നെ സ്വസ്ഥ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിന് ഞാൻ പോയിരുന്നപ്പോ അവിടെ കുറേ പേര്, അതൊരു മൈൻഡ് ട്രെയിനിങ് പ്രോഗ്രാം ആണ് കേട്ടോ. അവിടെ കുറെ ആളുകളുണ്ട്. അവര് പല കാരണങ്ങൾ കൊണ്ട് അവിടെ എത്തിപ്പെട്ട ആൾക്കാരുണ്ട് കേട്ടോ. ചിലര് എന്തെങ്കിലും ട്രോമയിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടി വന്നവര്, അങ്ങനെ പല ആൾക്കാര്. പക്ഷെ അവിടെ നമ്മളെ പ്രശ്നങ്ങളൊന്നും ആരുടെ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അതിലൊരു ചേച്ചി അവരുടെ പ്രശ്നം എന്താന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു. പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ജനിച്ച ഉടനെ കുഞ്ഞു മരിച്ചുപോയി. ഇരട്ട കുഞ്ഞുങ്ങളായിരുന്നേ. ഇരട്ട കുഞ്ഞുങ്ങള് ജനിച്ച ഉടനെ മരിച്ചുപോയി. അപ്പോ ആ മരിച്ചു പോയ ആ ഒരു ഷോക്ക് ഉണ്ടല്ലോ, അതിൽ നിന്ന് അവർക്ക് പുറത്തു കിടക്കാൻ പറ്റുന്നില്ല. അവർക്ക് ഞാൻ എന്തൊരു ഭാഗ്യം കെട്ട അമ്മയാണ് എന്നുള്ള രീതിയിലാണ് അവര് വരുന്നത്. ഞാൻ എത്ര പാപം ചെയ്ത അമ്മയാണ്, എനിക്ക് ആ 2 മക്കളെയും നഷ്ടപ്പെട്ടു പോയി എന്ന രീതിയിലാണ് അവര് വന്നത്. അപ്പൊ ഇവരിതിങ്ങനെ സംസാരിക്കുകയാണ്. നമ്മളൊരു റൗണ്ട് ടേബിൾ ആണ്. അപ്പൊ ഞാൻ ഇതിൽ എന്തോ എഴുതിക്കൊണ്ടിരിക്കുമ്പം അവിടെയുള്ള ചേച്ചിമാരൊക്കെ എല്ലാവരും ഇരിക്കുന്നു. എന്നോടായിട്ടല്ല പറയുന്നത്, ഞങ്ങളോട് എല്ലാവരോടും കൂടെയാണ് ഇത് പറയുന്നത്. അപ്പൊ ഞാനിതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ടോ, എത്ര മക്കളാന്ന് ആരോ ചോദിച്ചതാ. അപ്പൊ അവര് പറഞ്ഞതാണ് ഇങ്ങനെ 2 കുട്ടികൾ, 3 കുട്ടികളായിരുന്നു, പക്ഷെ 2 പേര് ജനിച്ച ഉടനെ മരിച്ചുപോയി. അപ്പൊ തന്നെ വേറെ ചേച്ചിമാര്, പേര് ഞാൻ പറയുന്നില്ല, അയ്യോ അയ്യോ എന്തൊരു കഷ്ടാലേ എന്ന് പറഞ്ഞേ. പക്ഷെ ആ സ്പോട്ടിൽ എന്റെ നാവിൽ എനിക്ക് വന്ന എന്താണെന്നറിയോ, ഞാൻ വേഗം എഴുത്ത് നിർത്തിട്ട് ചേച്ചിനോട് വെച്ച് ശരിക്കും ചേച്ചി സത്യമായിട്ടും ഞാൻ പറഞ്ഞ ചേച്ചി എത്ര ബ്ലെസ്ഡ് ആയിട്ടുള്ള ആളാണെന്നറിയോ. അപ്പൊ ചേച്ചിക്ക് ഭയങ്കര ഒന്നും മനസ്സിലാവാത്ത പോലെ ആയിപ്പോയിട്ടോ. ചേച്ചി അതെന്താ അങ്ങനെ പറഞ്ഞേ? ഞാൻ പറഞ്ഞ ചേച്ചി എന്ത് ഭാഗ്യമുള്ള അമ്മയാ,
എത്ര ഭാഗ്യമുള്ള അമ്മയാണെന്നറിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ചേച്ചിനൊന്ന് തൊട്ട് നോക്കട്ടെ, അത്രയും ഭാഗ്യം ചെയ്ത അമ്മ ആയതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ തൊട്ടപ്പോ ആ ചേച്ചി വേഗം എണീറ്റ് എന്റെ അടുത്ത് ഇരുന്നിട്ട് പറഞ്ഞേ, ആദ്യമായിട്ടാണ് എന്നോട് ഒരാള് ഇങ്ങനെ സംസാരിക്കുന്നത്. 2 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടിട്ട് അതിലെന്ത് ഭാഗ്യാണ് എനിക്കുള്ളത് എന്ന് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ചേച്ചി, എന്റെ ചിന്താഗതിയാണ് കേട്ടോ. അതായത് രാമായണം വായിക്കുമ്പം എനിക്ക് രാമായണം ഞാൻ തുടക്കത്തിലൊന്നും മര്യാദയ്ക്ക് സ്കൂളിൽ പോവാൻ പറ്റാത്തൊരു കുട്ടിയാണേ. ആസ്മ രോഗത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് അങ്ങനെ ക്ലാസ്സുകളൊന്നും മര്യാദയ്ക്ക് കിട്ടിയിട്ടൊന്നുമില്ല. ഓടിപ്പിടിച്ച് എക്സാം ടൈമിലാവുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചിട്ടാണ് ഞാൻ പാസ്സായത്. അപ്പോ എനിക്ക് രാമായണം എന്താന്ന് അറിഞ്ഞൂടാ. ഞാനൊരു വലിയതായി എന്റെ മോന്റെ ഡെലിവറി ടൈമിലാണ് ഞാൻ ആദ്യമായിട്ട് രാമായണം വായിക്കുന്നത്. അത് വായിച്ചതൊക്കെ ഗംഭീര കഥയാട്ടോ, അതൊക്കെ പിന്നെ പറയാം. അപ്പോ ആ രാമായണം വായിച്ചിട്ടൊക്കെ അതിൽ നിന്നൊക്കെ എന്തൊക്കെയോ ഉൾക്കൊണ്ടിട്ട് എന്നുവെച്ചാ ഞാൻ വായിക്കുന്നത് വേറെ സംസ്കൃതാണോ ശരിക്കും അത് ഇതൊന്നും അറിയില്ലാണ്ടാണോ ഇത് ഇവിടെ വന്നിരുന്ന് വിളമ്പണേന്ന് പറയണ്ട കേട്ടോ. എനിക്കറിയില്ല, ഞാൻ ഒറ്റയ്ക്ക് തേടി തേടി എടുക്കുകയാണ്. എനിക്ക് ആരും പറഞ്ഞു തന്നതല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് രാമായണത്തിന്ന് വായിക്കുമ്പം അതിൽ നിന്ന് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ തോന്നുമല്ലോ. അതിൽ നിന്ന് തോന്നിയ ഒരു കാര്യം ഞാൻ ആ ചേച്ചിനോട് പറഞ്ഞത്. അതായത് നമ്മൾ ഓരോരുത്തരും മനുഷ്യരായി പിറക്കുന്നത് എന്തൊക്കെയോ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എന്തൊക്കെയോ അനുഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതിങ്ങനെ ജന്മജന്മാന്തരങ്ങളായിട്ട് ഇങ്ങനെ കൈമാറി കൈമാറി പോവാണ്. നമുക്ക് ഓരോ ജന്മം എടുക്കുന്ന അതിൽ നമുക്ക് ഇന്ന കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് അസൈൻ ചെയ്ത് കുറച്ച് തന്നുണ്ട്, ടാസ്ക് തന്നുണ്ട്. അതിനുവേണ്ടി പിറക്കുന്നു, അത് ചെയ്യുന്നു, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നു. അതിന് പുറമെ നമ്മൾ ഈ ജന്മത്തിൽ എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള കർമ്മങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അനുഭവിക്കാൻ വീണ്ടും ജനിക്കുന്നു. അങ്ങനെ അതായത് ജീവിതം എന്ന് പറയുന്നത് ഒരു പണിഷ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഇതൊരു പണിഷ്മെന്റ് എന്നല്ല, ഇത് എന്താ പറയാ, നമുക്കൊരു പരീക്ഷ, നമ്മളൊരു പരീക്ഷയാണിത്. ഇത് പാസ്സായി കഴിഞ്ഞാൽ റെസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കാം അങ്ങനെ. അപ്പൊ ഞാൻ വിചാരിച്ച എന്താന്ന് വെച്ചാല്, അധികവും ശ്രദ്ധിച്ചു നോക്കിയാലുണ്ടല്ലോ ഭയങ്കര നല്ല വ്യക്തികൾക്കാണ് ഇങ്ങനെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നതും ഒക്കെ. ചിത്ര ചേച്ചീനെ കണ്ടില്ലേ, 16 വർഷം കാത്തിരുന്നിട്ട് ഒരു കുഞ്ഞുവാവേനെ കൊടുത്തതാണെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് അല്ലെ, സാധാരണ മക്കളെക്കാട്ടിലും ചെറിയൊരു വ്യത്യാസമുള്ള ഒരു മോളെയാണ് കൊടുത്തത്. ആ വാവ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോ പെട്ടെന്ന് മരിച്ചുപോയി. അന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവം എന്തൊരു ദൈവമാണ്, ദൈവം ഒന്നും ഇല്ലേ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം കാത്തിരുന്നിട്ട് കൊടുത്തതോ അങ്ങനെ ഒരു കുഞ്ഞിനെ, ആ കുഞ്ഞ് മരിച്ചും പോയി. ആ അമ്മയ്ക്ക് ഇത് എന്തിനാണ് ഇത്രയും വേദന കൊടുത്തത്, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള വേദനയല്ലേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ചിത്ര ചേച്ചി അത്രയും നല്ലൊരു ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ആളായതുകൊണ്ടാണ് അങ്ങനെ ഒരു ഗർഭപാത്രം, അങ്ങനെ ഒരു കുഞ്ഞിനെ പേറാൻ വേണ്ടിയിട്ട് ജന്മം എടുത്തത്. കാരണം ആ കുഞ്ഞ്, അതായത് ഞാനിപ്പോ ഈ ജന്മത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എനിക്ക് അത് കുറെ അനുഭവിക്കാൻ കിടക്കുകയാണ്. അത് ഈ ജന്മത്തിൽ തന്നെ കുറെ ഞാൻ അനുഭവിക്കും, എന്നിട്ടും തോന്നിയിട്ടില്ലെങ്കിൽ ഇനി ഒരു ലൈഫ് കിട്ടും എന്നൊക്കെയാണല്ലോ വിശ്വസിക്കുന്നത്. അപ്പോ ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ കുറഞ്ഞ് ദൈവത്തിലേക്ക് ചേരാൻ, അതായത് മോക്ഷം പ്രാപിക്കുക എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, നാരായണ പാദത്തിലേക്ക് ചേരാനായ സമയത്താണ് ഈ കുഞ്ഞ് ജനിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് കർമ്മഫലങ്ങൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, അനുഭവിക്കാൻ ആ ജന്മത്തിൽ അനുഭവിക്കാൻ ഇത്തിരിയേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ആ കുഞ്ഞ് വന്ന ഉടനെ തന്നെ തിരിച്ചു പോകുന്നത്. അത്രയേ ഉള്ളൂ അതിന് അനുഭവിക്കാൻ. ഇത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് കേട്ടോ. ഇത് ശരിയാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്കൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. അപ്പോ ഈ കുഞ്ഞുവാവ വന്ന ഉടനെ പോവുകയാണ്, അതോടുകൂടി കഴിഞ്ഞു. അപ്പം ദൈവത്തിലേക്ക് ചേരാൻ മാത്രം അത്രയും യോഗ്യനായിട്ടുള്ള ഒരു ജന്മത്തിനെ നമ്മളെ ഗർഭപാത്രത്തില് എടുത്ത് പ്രസവിക്കാനും അല്ലെങ്കിൽ ഗർഭത്തിൽ നിന്ന് പോവുകയാണെങ്കിൽ പോലും നമ്മളെ ശരീരത്തിൽ ആ ഒരു ജന്മം വന്നു പെട്ടാൽ തന്നെ അത് വലിയ പുണ്യല്ലേ. അപ്പൊ ഈ 2 കുഞ്ഞുങ്ങള് ഈ അമ്മയുടെ വയറ്റിലേക്ക് വന്നത് അങ്ങനെ ഒരു ജന്മം ആയതുകൊണ്ടായിരിക്കുമല്ലോ. ആ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നെങ്കിൽ അവർ ഇനിയും ജീവിച്ചേനെ. അപ്പൊ ഞാൻ വിചാരിക്കാം, എത്ര മഹത്തായ ഒരു അമ്മയാണ്, അത്രയും പുണ്യമായിട്ടുള്ള 2 ജന്മങ്ങൾ ആ വയറ്റിൽ കൂടെ കയറി പോയില്ലേ. അപ്പൊ അത് പറഞ്ഞതോടുകൂടി അവർക്ക് പിന്നെ സ്വസ്ഥയ്ക്ക് അറ്റൻഡ് ചെയ്യണമെന്നില്ല, അവരെ മുഴുവൻ പ്രശ്നവും അവിടെ തീർന്നു. അതായത് നമ്മളെ കാഴ്ചപ്പാടാണ് നമ്മളെ വിധിയെ മാറ്റുന്നത്. എല്ലാം എല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കുന്നുണ്ട്. പക്ഷെ ആ സംഭവിക്കുന്ന കാര്യത്തിനെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളതിനനുസരിച്ചായിരിക്കും അത് നമുക്ക് ജീവിതം രസമുള്ളതും രസമില്ലാത്തതും ഒക്കെ ആക്കി മാറ്റുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നടന്നു, പക്ഷെ അത് എന്തൊക്കെ നടന്നാലും എനിക്കൊരു ശക്തിയിൽ വിശ്വാസമുണ്ട്. അപ്പൊ എന്ത് നടക്കുമ്പോഴും ഞാൻ എപ്പോഴും ചിന്തിക്കുക,
ഇതെന്തോ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിരിക്കും. അപ്പൊ എപ്പോഴും ഞാൻ ചിന്തിക്കുക ഇതിന്റെ പോസിറ്റീവ് ഭാഗത്ത് നിൽക്കട്ടെ. ഞാൻ ഇപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ ചോദിക്കും. ഒരിക്കലും ഞാൻ നെഗറ്റീവ് ചിന്തിക്കില്ല. എനിക്കൊരു ദുരന്തം വന്നു കഴിഞ്ഞാൽ പോലും അതെന്തോ ഒരു നന്മയ്ക്കായിരിക്കും, അതെന്തോ ഒരു നല്ലത് എന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി, ഞാൻ വീണ്ടും വീണ്ടും ദൈവത്തിലേക്ക് അടുക്കുകയാണ്, എനിക്ക് വരുന്ന എല്ലാ കഷ്ടപ്പാടുകളും എന്നെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുക. സത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യമാണ്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യാറുള്ളത്. ഞാൻ എത്ര വേദനിക്കുമ്പോ പോലും എൻ്റെ ഉള്ളിൽ ഒരു സമാധാനമാണ്. ഞാൻ അത്രയും ദൈവത്തോട് അടുത്തു കഴിഞ്ഞു. മറ്റുള്ളവർക്കൊന്നും കൊടുക്കാത്ത സങ്കടം എന്തിനാണ് ഭഗവാനെ എനിക്ക് തന്നെയെന്ന് ഞാൻ ഒരിക്കലും ഭഗവാനോട് ചോദിക്കില്ല കേട്ടോ. അത് അനുഭവിക്കാനുള്ള യോഗ്യത എനിക്കേ ഉള്ളൂ. അത് ഒരു വിഷമം തരുന്ന സമയത്ത് അത് എനിക്കാണ് അത് അനുഭവിക്കാൻ യോഗ്യത ഉള്ളത്. അതുകൊണ്ടല്ലേ എനിക്ക് തരുന്നത്. അതെനിക്ക് പറ്റാത്തൊരു കാര്യമാണെങ്കിൽ തരില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ചില ഫാമിലിയിൽ കല്യാണം കഴിയുമ്പോൾ ഭയങ്കര നല്ല അമ്മായിയമ്മമാരായിരിക്കും, നല്ല ഫാമിലി ആയിരിക്കും. ആ ഫാമിലിയിലേക്ക് ചിലപ്പം കുറച്ച് കച്ചറായിട്ടുള്ള ഒരു മരുമോളായിരിക്കും കയറിച്ചില്ല. അപ്പൊ എല്ലാവരും പറയും, ഓ എന്ത് നല്ലോണം പോയൊരു കുടുംബാണ് അങ്ങോട്ടേക്ക് കയറി പോയത് കണ്ടോ. അതെന്തുകൊണ്ടാ? ആ അമ്മ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ കുട്ടീനെ ഹാൻഡിൽ ചെയ്യാൻ ആ അമ്മയ്ക്കേ പറ്റുള്ളൂ. ഈ ഒരു ക്യാരക്ടറിനെ വെച്ച് പുലർത്തി ജീവിതം മുന്നോട്ട് നല്ല സുഖമായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാൻ ഒരാൾ അവിടെ ഉണ്ട്. അതേ സമയത്ത് തന്നെ തിരിച്ചും സംഭവിക്കും. വളരെ നല്ല കുട്ടി, അതായത് അത്രയും ഇന്നസെന്റ് ആയിട്ട് എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു കുട്ടി ചെന്ന് പെടുന്നത് ചിലപ്പോ അങ്ങനെ വെട്ടിക്കൊല്ലാൻ വാളെടുത്ത് നിൽക്കുന്ന അമ്മമാരുടെ അടുത്തായിരിക്കും. അപ്പൊ അവിടെയും ആ അമ്മ എന്തൊക്കെ ചെയ്താലും അതിനെ നല്ല രീതിയിലേക്ക്, അതായത് ഒത്തുപോകൂലേ, ഒരു ബാലൻസ് ചെയ്തിട്ട് മുന്നോട്ട് പോവാൻ പറ്റുന്ന രീതിയിലായതുകൊണ്ടായിരിക്കും അത് അങ്ങനെ കൊടുക്കുന്നത്. അപ്പൊ നമ്മളെ അടുത്തേക്ക് എന്ത് വന്നാലും അത് ഇപ്പൊ എന്റെ നേരൊരു പ്രശ്നം വരികയാണ്, അപ്പൊ ഞാൻ ചിന്തിക്കണം അയ്യോ എന്നല്ല, ഇതെനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പ്രശ്നത്തെ ഇതെനിക്ക് തന്നൊരു ടാസ്ക് ആണ്, ഈ പരീക്ഷയിലുള്ള എന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇത് ഞാൻ ജയിച്ചാലാണ് ഞാൻ ഈ പരീക്ഷ പാസ്സാവുള്ളൂ എന്ന രീതിയിൽ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും അങ്ങനെ കാണാം. എന്ത് പ്രശ്നം വന്നാലും ഞാൻ വിചാരിക്കാണ് ഇതെനിക്കുള്ളതാണ്, ഇത് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റൂല. ഈ പ്രശ്നത്തെ ഈ ഒരു ക്വസ്റ്റ്യനെ, ഈ ഒരു ടാസ്കിനെ ഞാൻ വേറെ ആർക്കും കൊടുക്കുന്നില്ല. ഇത് ഞാൻ ഹാൻഡിൽ ചെയ്യേണ്ടതാണ്, എനിക്കേ ഇതിന് കഴിവുള്ളൂ, എനിക്കുള്ള യോഗ്യത അനുസരിച്ചാണ് എനിക്കുള്ള ക്വസ്റ്റ്യൻസ് വരിക. എല്ലാവർക്കും ഒരുപോലത്തെ ജീവിതമാണോ? അല്ല. ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. പക്ഷെ പ്രശ്നങ്ങൾ ഇല്ലാത്ത ആളുകളുണ്ടോ? ഇല്ല. അപ്പൊ ഓരോ ആളുകൾക്ക് അർഹതപ്പെട്ടത് ഇങ്ങനെ ആളും തരവും നോക്കിയിട്ട് ദൈവം ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടിരിക്കും. ഒരു പണി തീരുമ്പോ അടുത്ത പണി ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. അപ്പൊ അതെല്ലാം സന്തോഷത്തോടെ ദൈവത്തിലേക്ക് എന്നുള്ള രീതിയിൽ ഗുണവും നമുക്ക് വേണ്ട, ദോഷവും നമുക്ക് വേണ്ട, എല്ലാം അവിടത്തേക്ക് സമർപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു വിശ്വാസി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയാ ചെയ്യേണ്ടത്. നമുക്ക് ഗുണവും വേണ്ട, ദോഷവും വേണ്ട, ഞാൻ എന്ത് ചെയ്യുന്നോ അത് അവിടത്തേക്ക് എന്നുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കും. പറഞ്ഞ കാട് കയറി ഞാൻ എവിടെയോ എത്തിയല്ലേ. അപ്പൊ ഒരുപാട് ലെങ്ത് ആയിപ്പോയി വീഡിയോ. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എനിക്ക് സംസാരിക്കാൻ അറിയുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് ഞാൻ അടുത്ത വീഡിയോ ഇങ്ങനെ കഥ പറയാൻ വരുള്ളൂ. ഇത് ഒരു കഥ പറയുന്ന ചാനലായി മാറിപ്പോയി. എന്തായാലും എല്ലാവരും എനിക്ക് കമന്റ് ചെയ്യണം. എന്ത് കമന്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ആർക്കെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും വേണ്ടത്. എന്തെങ്കിലും ഇങ്ങനെയല്ല കുട്ടി ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ ഈ കഥ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ പറയണേ. കുറെ പേരുണ്ട്, അതെനിക്കറിയാം. കമന്റിലൂടെ തന്നെ ഞാൻ മനസ്സിലാക്കി. അപ്പോ എന്തായാലും അവർക്ക് വേണ്ടി ഞാൻ കഥ പറയാൻ വരും. അടുത്ത വീഡിയോയിൽ കാണാം. എന്താന്ന് വെച്ചല്ലേ, ഇതിപ്പോ നല്ല ലെങ്ത് ആയിപ്പോയി വീഡിയോ. അപ്പൊ ടാറ്റാ.